പേപ്പറിൽ കാണാൻ പോകുന്ന 2 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നാലോ? അങ്ങനെയാണെങ്കിൽ വായോ ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാം. മുഴുവനായിട്ട് ഈ ഒരു വീഡിയോ കാണുക ആൻഡ് ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചോ. ഈ ടൈപ്പ് ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും കാണും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വേവ് തരുന്നു, അതിൽ നിന്നും പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവിൽ നിന്നും ഒരു ചോദ്യം ഷുവർ ഷോട്ട് ആണ് മക്കളെ. അപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ചെയ്യാം. നോക്കിക്കേ, ഇവിടെ ഒരു വേവിന്റെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ. എയിൽ നിന്നും ബിയിലേക്ക് ഒരു വേവിന്റെ ട്രാവലിംഗ് ആണ് തന്നിട്ടുള്ളത്. വൈ ആക്സിസിലെ ഡിസ്പ്ലേസ്മെന്റും എക്സ് ആക്സിസിലെ ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. നോക്കിക്കേ, എ വേവ് ട്രാവൽസ് ഫ്രം എ ടു ബി ഇൻ 1 സെക്കൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതായത് എയിൽ നിന്നും ബിയിലേക്ക് നമ്മളുടെ വേവ് പോകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. മാർക്ക് ചെയ്തോ ആവശ്യം വരും. ഇനി നോക്കിക്കേ, ആദ്യത്തെ ചോദ്യം വിച്ച് ടൈപ്പ് ഓഫ് വേവ് ഫോം ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദിസ് പിക്ചർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഏത് തരത്തിലുള്ള തരംഗമാണെന്നാണ് ചോദ്യം. നമുക്കറിയാം, മുകളിൽ ക്രസ്റ്റും ട്രഫുമായിട്ട് വരുന്ന സമയത്ത് അഥവാ ശൃംഗങ്ങളും ഗർത്തങ്ങളുമാണ് വരുന്നെങ്കിൽ അതിനെ നമ്മൾ എന്താടാ പറയാ? ട്രാൻസ്വേഴ്സ് വേവ് എന്നാണ് പറയാ അല്ലെ. അപ്പൊ ഇതൊരു ട്രാൻസ്വേഴ്സ് വേവ് അഥവാ അനുപ്രസ്ഥ തരംഗമാണ് എന്ന് പഠിച്ചു വെക്കാം. രണ്ടാമത്തത് സ്പീഡ് എന്ന് പറയുന്നത് വേവ് ലെങ്തിനെയും ഫ്രീക്വൻസിനെയും തരംഗ ദൈർഘ്യത്തിനെയും ആവൃത്തിയും കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം V is equal to F lambda എന്ന് നമ്മൾ പഠിച്ചു. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു വേവിന്റെ സ്പീഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ V കണ്ടുപിടിക്കാൻ നമുക്ക് എഫും വേണം ലാംഡയും വേണം. സോ ലാംഡ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താടാ? ഒരു വേവിന്റെ ഡിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഒരു വേവിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഒരു വേവ് എന്ന് പറയുന്നത്. ഇവിടെ ഡിസ്റ്റൻസ് 40 മീറ്റർ ആണ്. സോ ലാംഡ എന്ന് പറയുന്നത് 40 മീറ്റർ എന്ന് കിട്ടി. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? 1 സെക്കൻഡിലുള്ള വേവുകളുടെ എണ്ണം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ 1 സെക്കൻഡ് ആണ് എടുത്ത്. അപ്പൊ ആ 1 സെക്കൻഡിൽ എത്ര വേവ് ഉണ്ട് എന്ന് എണ്ണിയാൽ അവിടെ ഫ്രീക്വൻസി കിട്ടിയില്ലേ. സോ ഇവിടെ 1 വേവ് ദെൻ 2 വേവ്. സോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അവിടെ നിന്നും നമുക്ക് 2 ഹെഡ്സ് എന്ന് കിട്ടി. ഇനി V is equal to F lambda യൂസ് ചെയ്യുക. F എന്ന് വെച്ചാൽ 2 ആണ്, ലാംഡ എന്ന് വെച്ചാൽ 40 ആണ്. സോ 80 മീറ്റർ പെർ സെക്കൻഡ്. ഇതിൽ നിന്നും ചിലപ്പോൾ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുമുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഫ്രീക്വൻസി ഉള്ളതുകൊണ്ട് ടൈം പീരീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആംപ്ലിറ്റ്യൂഡും കണ്ടുപിടിക്കാനുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഇവിടെയാണ് 10 സെന്റിമീറ്റർ ആയിരിക്കും ആൻസർ. സെറ്റ് ആണോ? അപ്പൊ വേവിൽ നിന്നും ഉള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്നു. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മളുടെ എക്കോയിൽ നിന്നുള്ള, എക്കോ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യം ഉറപ്പായിട്ടും കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ ആണ്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം. അതായത് 2 വാൾസ് എ ആൻഡ് ബി എന്ന് പറയുന്ന 2 വാൾസ് ആണ് ഉള്ളത്. ഇനി നോക്കിക്കേ, ഈ എയുടെയും ബിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ 28 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഒരു പേഴ്സൺ എക്സ് എന്ന് പറയുന്ന പൊസിഷനിൽ വെച്ച് ക്ലാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് ഈ എക്സ് പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പൊസിഷനിൽ വെച്ച് ക്ലാപ്പ് ചെയ്യുന്നു. ആൻഡ് വാൾ എയിൽ നിന്ന് നമ്മുടെ എക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10.5 ആണെന്ന് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയിൽ നിന്നും എക്സിലേക്ക് 10.5 ആണെങ്കിൽ മക്കളെ നിങ്ങൾ ആലോചിച്ചോ, ഈ എക്സിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം എന്താ? ഈ 28ൽ നിന്ന് 10.5 ആണ് കുറച്ചാ പോരെ. അപ്പൊ എത്ര വരും? ഇവിടെ 17.5 എന്ന് വരും. ഇവിടെ എത്രയാ? 17.5 മീറ്റർ ആണ് ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടുള്ള ദൂരം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10.5. സെറ്റ്. ഇനി ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, വിച്ച് ബോൾ പ്രൊഡ്യൂസസ് ഫസ്റ്റ് എക്കോ ദാറ്റ് ക്യാൻ ബി ക്ലിയർലി ഹേർഡ് ബൈ എ പേഴ്സൺ. ഒരു പേഴ്സണ് കൃത്യമായിട്ട് കേൾക്കാൻ വേണ്ടി പറ്റണം എന്നുണ്ടെങ്കിൽ, എക്കോ കൃത്യമായിട്ട് കേൾക്കാൻ പറ്റണമെങ്കിൽ ഏത് വാളിൽ നിന്നുമായിരിക്കും, ഏത് ഭിത്തിയിൽ തട്ടിയിട്ടായിരിക്കും വരേണ്ടതെന്നാണ് നമുക്കറിയാം. എക്കോ കാണണമെങ്കിൽ അല്ലെങ്കിൽ എക്കോ കേൾക്കണമെങ്കിൽ മിനിമം വാൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 17.5 ആയിരിക്കണം. സോ അത് ഏതാണ്? വാൾ ബി ആണ്. സോ വാൾ ബി ഈസ് ദി ആൻസർ. അടുത്തത്, ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു ഹിയർ ദ ഫസ്റ്റ് എക്കോ ഓഫ് ദ ക്ലാപ്പ് എന്നാണ് ചോദ്യം. ക്ലാപ്പിന്റെ ആദ്യത്തെ എക്കോ കാണാൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. സോ നമുക്കറിയാം ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്പീഡ് ഓഫ് ദ സൗണ്ട് തന്നിട്ടുണ്ട് 350 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ ഒരു എക്കോ നമുക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ എത്ര ദൂരം ഇത് സഞ്ചരിക്കണം? നമുക്കറിയാം എക്സിൽ നിന്നും ക്ലാപ്പ് ചെയ്തു, ഇവിടെ പോയിട്ട് തട്ടി തിരിച്ച് വരണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ദൂരം എടുക്കണം. അങ്ങോട്ട് 17.5, ഇങ്ങോട്ട് 17.5 ആണെങ്കിൽ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ആണ് സഞ്ചരിച്ചത്? ദാറ്റ് ഈസ് 2 into 17.5 അഥവാ 35 മീറ്റർ ആണ് സഞ്ചരിച്ചത്. സെറ്റ് അല്ലേ?
അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു എന്താടാ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. ഇവിടെ 35 മീറ്റർ ആണ് ഡിസ്റ്റൻസ്, വെലോസിറ്റി അഥവാ സ്പീഡ് എന്ന് പറയുന്നത് 350 ആണ്. സോ കട്ട് ചെയ്താൽ 35നെ 350 കട്ട് ചെയ്താൽ 1/10 സെക്കൻഡ്സ് എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇങ്ങനെ ടൈം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ വാളിൽ നിന്നുമുള്ള റിഫ്ലക്ഷൻ എത്ര ഡിസ്റ്റൻസിലാണെന്ന് കണ്ടുപിടിക്കാൻ എക്കോ കേൾക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം ഉറപ്പായിട്ടും എക്സാമിന് ഉണ്ടായിരിക്കും. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻസും ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് എക്സാമിന് പോകാൻ പാടുള്ളൂ. ഇതേപോലെ ഓണം എക്സാമിന് ചോദിക്കുന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുമുള്ള ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് വേണോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ ഒരു 100 കമന്റ്സ് ഉണ്ടാക്കുക. അപ്പൊ ചാപ്റ്റർ 2 എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തോ, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്തോ. 100 കമന്റ് ആയാൽ അടുത്ത വീഡിയോ ആയിട്ട് മിസ് വരുന്നുണ്ടായിരിക്കും. സോ ടാറ്റാ, ബൈ ബൈ.